ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ സിംബൽസ് ഓഫ് എലിമെൻറ്റ്സ്, ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചു. ഇന്ന് നമുക്ക് ബാക്കി പോർഷൻസ് കണ്ടിന്യൂ ചെയ്യാം. കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ ആറ്റം, വാലൻസി. നമുക്കറിയാം, ഒരു എലിമെൻസിൻ്റെയോ ഡിഫറെൻ്റ് എലിമെൻസിൻ്റെയോ ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് മോളിക്യൂൾസ് രൂപപ്പെടുന്നത്, അല്ലേ? ഒരു ആറ്റത്തിന് മറ്റ് ആറ്റങ്ങളുമായി കൂടിച്ചേരാനുള്ള കഴിവിൻ്റെ അളവാണ് കമ്പൈനിങ് കപ്പാസിറ്റി. ഇതിനെ വാലൻസി എന്നും വിളിക്കുന്നു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വഴി എങ്ങനെയാണ് ഒരാറ്റത്തിൻ്റെ കമ്പൈനിങ് കപ്പാസിറ്റി ഓർ വാലൻസി എന്ന് നോക്കാം. ഒരാറ്റത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ഷെല്ലിനെ വാലൻസ് ഷെൽ എന്ന് വിളിക്കുന്നു. ഒരാറ്റത്തിൻ്റെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ ഉള്ള ഇലക്ട്രോണുകളെ വാലൻസ് ഇലക്ട്രോൺസ് എന്നും വിളിക്കുന്നു. ഒരാറ്റത്തിൻ്റെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിനെ ഒക്ടറ്റ് എന്ന് വിളിക്കുന്നു. എല്ലാ ആറ്റത്തിനും ഒരു ആഗ്രഹമുണ്ട്, അവയുടെ ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ, ദാറ്റ് ഈസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണമെന്ന്. 8 ഇലക്ട്രോൺ പൂർത്തിയായാൽ അവർ സ്റ്റേബിൾ ആകും. എന്നാൽ ചില എലിമെൻറ്റ്സ് ആയ നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ ഇവയുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇവർ വളരെ സ്റ്റേബിളും അധികം രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാത്തവരുമാണ്. ഇവർ നോബിൾ ഗ്യാസസ് എന്നാണ് അറിയപ്പെടുന്നത്. ഹീലിയം ഒരു നോബിൾ ഗ്യാസസ് ആണ്. എന്നാൽ ഹീലിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ മാത്രമാണ് ഉള്ളത്. സോ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ നിറഞ്ഞതിനാൽ അത് ഡ്യൂപ്ലെറ്റ് അവസ്ഥയിലാണ്. ഡ്യൂപ്ലെറ്റ് മീൻസ് എന്താണ്? ഒരാറ്റത്തിൻ്റെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ നിറഞ്ഞിരിക്കുന്ന സ്ഥിരമായ അവസ്ഥയാണ് ഡ്യൂപ്ലെറ്റ്. ഡ്യൂപ്ലെറ്റ് പൂർത്തിയായ എലിമെൻറ്റ്സ് സ്റ്റേബിളാണ്. സോ ഹീലിയം ഹാപ്പിയാണ്. ഒക്ടറ്റ് പൂർത്തിയാക്കാത്ത ബാക്കിയുള്ളവർ അൺഹാപ്പിയാണ്. നമുക്കിനി വാലൻസ് ഇലക്ട്രോണും വാലൻസിയും വിശദമായി പഠിക്കാം. ആദ്യം നമുക്ക് വാലൻസ് ഇലക്ട്രോൺസ് പഠിക്കാം. എ വാലൻസ് ഇലക്ട്രോൺ ഈസ് ആൻ ഇലക്ട്രോൺ ലൊക്കേറ്റഡ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം. വാലൻസ് ഇലക്ട്രോണ് 1 മുതൽ 20 വരെയുള്ള എലിമെൻസിൻ്റെ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുവാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റ് എലിമെൻറ്റ് ഹൈഡ്രജൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ. സോ വാലൻസ് ഇലക്ട്രോൺ 1. ഹീലിയം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ. സോ വാലൻസ് ഇലക്ട്രോൺ 2. ബോറോൺ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 3. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ. സോ വാലൻസ് ഇലക്ട്രോൺ 3. നിയോൺ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ. വാലൻസ് ഇലക്ട്രോൺ 8. ക്ലോറിൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ. സോ വാലൻസ് ഇലക്ട്രോൺ 7. കാൽസ്യം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 8, 2. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ. സോ വാലൻസ് ഇലക്ട്രോൺ 2. സോ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വാലൻസ് ഇലക്ട്രോൺ ഈസ് ആൻ ഇലക്ട്രോൺ ലൊക്കേറ്റഡ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം. ഇനി നമുക്ക് വാലൻസി പഠിക്കാം. നമ്മൾ പറഞ്ഞു എല്ലാ ആറ്റത്തിൻ്റെയും ആഗ്രഹം എങ്ങനെയെങ്കിലും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആവണമെന്നാണ്. 8 പൂർത്തിയായാൽ ഒക്ടറ്റ് പൂർത്തിയായി. അപ്പോൾ ആ ആറ്റം സ്റ്റേബിൾ ആകും. എല്ലാ ആറ്റവും ഇങ്ങനെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ, അതായത് സ്റ്റേബിൾ ആക്കാൻ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടും. കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ഒന്നുകിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യും. ഇങ്ങനെ ഗെയിൻ ചെയ്യുന്നതോ ലൂസ് ചെയ്യുന്നതോ ഷെയർ ചെയ്യുന്നതോ ആയ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് ആ എലിമെൻറ്റിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. 1 മുതൽ 20 വരെയുള്ള എലിമെൻസിൻ്റെ വാലൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. വാലൻസ് ഇലക്ട്രോണ് 1, 2, 3, 4 ഇത് തന്നെയാണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ തന്നെയായിരിക്കും അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. ഇനി വാലൻസ് ഇലക്ട്രോണ് 5, 6, 7, 8 ഇതാണെങ്കിൽ 8 മൈനസ് വാലൻസ് ഇലക്ട്രോൺ ആണ് അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിളിലൂടെ വാലൻസി എങ്ങനെയാണ് ഓരോ എലിമെൻറ്റിൻ്റെയും കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. സോ നമ്മൾ പറഞ്ഞു, വാലൻസി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ്, ലോസ്റ്റ് ഓർ ഷെയർഡ് ടു കംപ്ലീറ്റ് ദ ഒക്ടറ്റ് ഈസ് കോൾഡ് വാലൻസി ഓഫ് ദ എലിമെൻറ്റ്. വാലൻസ് ഇലക്ട്രോണ് 1, 2, 3, 4 ഇത് വന്നു കഴിഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ തന്നെയായിരിക്കും അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1. ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 1 ഇലക്ട്രോൺ. സോ വാലൻസി എത്ര തന്നെയാണ്? 1 തന്നെ. ഹീലിയം 2. വാലൻസി 0. ഹീലിയം ഒരു എക്സെപ്ഷണൽ കേസാണ്. ഹീലിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് ഉള്ളത്.
സോ ഹീലിയം ഡ്യൂപ്ലറ്റ് അവസ്ഥയിലാണ്. ഡ്യൂപ്ലറ്റ് മീൻസ് ഒരാറ്റത്തിൻ്റെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ സ്ഥിരമായുള്ള അവസ്ഥയാണ്. ഡ്യൂപ്ലറ്റ് പൂർത്തിയായ എലമെൻറ്റ്സ് സ്റ്റേബിളാണ്. അതുകൊണ്ട് ഹീലിയം ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുകയോ ലൂസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. സോ ഹീലിയത്തിൻ്റെ വാലൻസി 0 ആണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എലമെൻ്റ് ആണ് ലിഥിയം. ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 1. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ, സോ വാലൻസി 1. ബോറോൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 3. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3, വാലൻസി 3. കാർബൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 4. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ, സോ വാലൻസി 4. നൈട്രജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 5. ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോണാണ് വന്നിരിക്കുന്നത്. 5 6 7 8. വാലൻസ് ഇലക്ട്രോൺ ഇവ വന്നു കഴിഞ്ഞാൽ 8- വാലൻസ് ഇലക്ട്രോൺ ആണ് അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. സോ 8 - 5, വാലൻസി 3. നിയോൺ 2 8. 8 - 8, വാലൻസി 0. ഫോസ്ഫറസ് 2 8 5. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ, സോ 8 - 5, വാലൻസി 3. കാൽസ്യം 2 8 8 2. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സോ വാലൻസി 2. സോ ഇവിടെ ഹൈഡ്രജൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളത് അല്ലേ. സോ ഹൈഡ്രജൻ ഗെയിൻ 1 ഇലക്ട്രോൺ ഓർ ഷെയർ 1 ഇലക്ട്രോൺ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. ഹീലിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. സോ ഹീലിയം ഗെയിൻ ചെയ്യുകയോ ലൂസ് ചെയ്യുകയോ ചെയ്യില്ല. സോ നെക്സ്റ്റ് ലിഥിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. സോ ലിഥിയം എന്ത് ചെയ്യുന്നു? ലൂസ് 1 ഇലക്ട്രോൺ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. ബെറിലിയം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. സോ ബെറിലിയം ലൂസ് 2 ഇലക്ട്രോൺ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. ഓക്സിജൻ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. സോ ഗെയിൻ 2 ഇലക്ട്രോൺ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. മഗ്നീഷ്യം 2 8 2. Magnesium lose 2 electron to attain stability. Aluminium 2 8 3. Outermost shellil 3 electron, so aluminium lose 3 electron to attain stability. Potassium outermost shellil 2 8 8 1. So potassium lose 1 electron to attain stability. Calcium outermost shellil 2 ഇലക്ട്രോൺ ആണുള്ളത്. സോ കാൽസ്യം ലൂസ് 2 ഇലക്ട്രോൺ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. സോ വാലൻസ് ഇലക്ട്രോണും വാലൻസിയും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. വാലൻസി ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് ലൂസ്ഡ് ഓർ ഷെയർഡ് ടു കംപ്ലീറ്റ് ദ ഒക്ടറ്റ് ഈസ് കോൾഡ് വാലൻസി ഓഫ് ദ എലമെൻറ്റ്. ഇഫ് വാലൻസ് ഇലക്ട്രോൺ 1 2 3 4 ഇത് തന്നു കഴിഞ്ഞാൽ വാലൻസി എന്ന് പറയുന്നത് വാലൻസ് ഇലക്ട്രോൺ തന്നെയായിരിക്കും. ഇനി വാലൻസ് ഇലക്ട്രോൺ 5 6 7 8 ഇത് വന്നു കഴിഞ്ഞാൽ 8- വാലൻസ് ഇലക്ട്രോൺ ആണ് അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. എക്സെപ്റ്റ് നോബിൾ ഗ്യാസസ്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പാട്ടുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.